ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചുമ്മാ ഓർത്തു പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി റെഡിയായിരിക്കുന്നത് പൊട്ടും ലിപ്സ്റ്റിക്കൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. റെഡിയായിരിക്കുന്നത് ഒന്ന് ചേർത്തല വരെ പോകണം. ആക്ച്വലി നമുക്കൊരു ബൊക്കെ ഉണ്ടാക്കാൻ, ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനം വാങ്ങിക്കണം. അപ്പോൾ നമ്മളതിന് ചേർത്തലയിലേക്ക് പോവാണ്. ആക്ച്വലി ഭയങ്കര മഴയാണ്, പോകാൻ മടിയുണ്ട്. പിന്നെ ആക്ച്വലി ഇത് നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ അത് അവർക്ക് കൊടുക്കണം. അപ്പോൾ അതും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമ്മൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഞാൻ മുടിയൊക്കെ കെട്ടി പോയിട്ട് വരാം. ബൈ ബൈ. അപ്പം നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഡാർക്ക് സർക്കിൾസ് മൈൻഡ് ചെയ്യണ്ട, അപ്പം എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അതിൻ്റെത് മുഖത്ത് കാണാനുണ്ട്. ഉറക്കമൊന്നും ഒട്ടും ശരിയല്ല, മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരി. റോഡ് കായലാണ് ഗൈസ്. ഇതൊന്നുമല്ല, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. റോഡാണോ തോടാണോ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഭാഗ്യത്തിന് വലിയ മഴയില്ല, ചെറിയ മഴയുള്ളൂ. അല്ലോ, ഈ റോഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, തോടല്ല തോട്. ഇതും റോഡാണ് ഗൈസ്. നമ്മൾ ഇത്രയും കൂടെ വെള്ളം നീന്തി കഴിഞ്ഞാൽ പിന്നെ ആ റോഡിലെത്തും. പിന്നെ വലിയ പ്രശ്നമില്ല. ആവുക്കണ്ട, ഇതാണ് നല്ല മനോഹരമായ റോഡ്. മറ്റേ റോഡ് പോലല്ല, മറ്റേത് പൊട്ട റോഡ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പ് വന്ന് പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയായിരുന്നു. അങ്ങനെ ബസ് കയറി. നമുക്ക് ശരിക്കും ചേർത്തല സ്റ്റാൻഡിലായിരുന്നു ഇറങ്ങേണ്ടത്. അപ്പോൾ മനോരമ ജംഗ്ഷൻ ആയപ്പോൾ തന്നെ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു ഇവർക്ക് എന്തോ പൊല്യൂഷൻ എന്തോ എടുക്കണം, ഇപ്പോൾ വേറൊരു വണ്ടി വരും, ആ വണ്ടിയിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വേറെ വന്ന വണ്ടിയിൽ കയറി ചേർത്തല സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. പ്രേമിക്കാറല്ലേ കയറി പെട്ടെന്ന്. അവള് പറഞ്ഞ കേട്ടാ, മൈ സിസ്റ്റർ ഈ തോട്ടി കൂടെ പോയി ആലപ്പുഴ എത്താം. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു നമുക്ക് ഈ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിലെത്തണം. അപ്പം നമ്മളിതാ ഇവിടെ ഈ ഫ്ലാഗ് കണ്ടിട്ട് അത്രയും അഴുക്കിൽ കൂടെ ആരാ പോയി അവിടെ കെട്ടിയെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കടയിലെത്തി. ശരിക്കും നമുക്ക് വേണ്ട സാധനം തപ്പി ഒരു 3-3 കൂടുതൽ കടയിൽ കയറി. എന്നിട്ടും നമുക്ക് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അനിയത്തി അവിടെ മൊത്തം കയറി തപ്പുമായിരുന്നു, നമുക്ക് വേണ്ട സാധനം ഉണ്ടോയെന്ന് നോക്കി. പിന്നെ അത്യാവശ്യം കിട്ടിയതെല്ലാം വാങ്ങിച്ചു. ആ സെക്ഷനിൽ ഉണ്ടായിരുന്ന കുറച്ച് കടയിലായിരുന്നു നമ്മൾ കയറിയത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ വേറെ കുറച്ച് കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കടയിലൊക്കെ കൂടെ കയറി. പിന്നെ നമ്മൾ വിശന്നപ്പോൾ അവിടെ നിന്ന് തന്നെ ചേർത്തലയിൽ തന്നെ ഒരു ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നു. പിന്നെയും കുറച്ച് ആദ്യം നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്തോട്ട് നടന്നിട്ട് വേറെ ഒരു 2-3 ഷോപ്പിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്ലിപ്പും ഞാൻ എടുത്തില്ല. അവിടെ നിന്ന് നമുക്ക് ശരിക്കും വേണ്ട സാധനം കിട്ടിയില്ല. ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് നടന്നപ്പോൾ ഇവളും ഞങ്ങളുടെ കൂടെ വന്നു. പൊക്കോ വീട്ടിൽ പൊക്കോ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. ഈ സ്റ്റിക്ക്, പിന്നെ ഈ റോസ്, പിന്നെ ഇതെന്താ കാണിച്ചേ, ഇത് ബൊക്ക വെക്കാനുള്ള ഹാൻഡിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ കാണിക്കാം. ഹായ്. അങ്ങനെ നമ്മൾ ചേർത്തലയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ആ വൈറ്റ് ആ ഒരു ബൊക്കെ റാപ്പ് ചെയ്യുന്ന ആ ഒരു നെറ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത് വാങ്ങിക്കാനായിട്ട്. പക്ഷെ അത് കിട്ടിയില്ല. നമ്മൾ കുറേ കടയിൽ കയറി.
കുറേ നടന്നു, പക്ഷെ എങ്ങും ഇല്ലായിരുന്നു. ഒരിടത്തുണ്ടായിരുന്നു, അപ്പം എന്തോ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. നമ്മൾ വീട്ടിൽ വന്നു, ഫുഡ് ഓൾറെഡി കഴിച്ചിട്ടാണല്ലോ വന്നത്, സോറി. നമ്മൾ വീട്ടിൽ വന്നു, ഇനി ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. ബൈ. നിറച്ച് കുരുവായി. ഇതാണ് ഗൈസ് ആ ഒരു ബൊക്കേസ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതിനെ ഇവിടെ റാപ്പ് ചെയ്യാനുള്ളതൊക്കെ ബാക്കിയുണ്ട്. ഓക്കെ, ഭംഗിയുണ്ടല്ലേ? വാവ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.